വിഷ്ണു ലേറ്റസ്റ്റ് പ്രൊമോയിൽ സത്യഭാമയുടെ മനസ്സ് മാറുകയാണ്. വിഷ്ണുവിന് വേണ്ടിയിട്ട് ശാലിനിയെ കൊണ്ടുവരാം എന്നുള്ളൊരു തീരുമാനം അവിടെ സത്യഭാമ എടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. സത്യയുടെ കാര്യമൊന്നും പക്ഷേ അവിടെ സത്യഭാമ ആലോചിക്കുന്നില്ല. വിഷ്ണു ആണെങ്കിൽ കൈവിട്ടു പോകും. രാഘവൻ നായർ പറഞ്ഞല്ലോ, ഒരു മുഴം കയറിലോ കനാലിലോ ഒക്കെ ചാടി വിഷ്ണു ആത്മഹത്യ ചെയ്യുമെന്നുള്ളതൊക്കെ പറയുമ്പോൾ പിന്നെ സത്യഭാമയുടെ മനസ്സ് വേദനിക്കുന്നുണ്ട്. മകൻ നഷ്ടപ്പെടുമെന്നുള്ള ഒരു സത്യഭാമയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. തുടർന്ന് സത്യഭാമ വളരെ ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നുണ്ട്, ശാലിനിയെ കൊണ്ടുവരാമെന്നുള്ളത് ഇനി അവരുടെ ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കില്ല എന്നുള്ളത്. തുടർന്നാണെങ്കിൽ ഭാമ വിഷ്ണുവിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അന്നേരം വിഷ്ണു ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് സത്യഭാമ കുറേ നേരം ഇരിക്കുന്നുണ്ട്, സങ്കടത്തോടെ ഇരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഈ അമ്മയുടെ സമ്മതമാണ്, മനസ്സുകൊണ്ടുള്ള സമ്മതമാണ്, ശാലിനിയെ തിരികെ കൊണ്ടുവരാം എന്നവിടെ വിഷ്ണുവിനോടും എല്ലാവരോടുമായിട്ട് സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം അമ്മ ഇത് മനസ്സുകൊണ്ടെടുത്ത തീരുമാനം തന്നെയാണോ എന്നിങ്ങനെ വിഷ്ണു ചിന്തിക്കുന്നുണ്ട്. ചോദിക്കുന്നതായിട്ടാണ് എന്തോ ആ ഒരു ഡയലോഗ് കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ വിഷ്ണുവും സത്യഭാമയും കൂടി പിന്നെ കുടുംബശ്രീ വീട്ടിലേക്ക് ചെല്ലുകയാണ്. സത്യഭാമ കയ്യിൽ സിന്ദൂരമൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് പക്ഷെ വിഷ്ണു വെളിയിൽ നിൽക്കുന്നതേ ഉള്ളൂ, അകത്തേക്ക് കയറുന്നില്ല. വിഷ്ണുവിനെ ശാലിനി ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് വിട്ടതുകൊണ്ട്. പക്ഷെ അത് ആ നമ്പർ, ഫോട്ടോ അയച്ച നമ്പർ വിഷ്ണു ചോദിക്കുമ്പോൾ വിഷ്ണു ഫോട്ടോ കാണുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ നമ്പർ വിഷ്ണു എടുക്കാനായിട്ട് നോക്കുമ്പോൾ പെട്ടെന്നങ്ങ് ഫോൺ വാങ്ങിയിട്ട് വിഷ്ണു നമ്പർ എടുക്കാതിരിക്കാൻ, സുസ്മിതയാണെങ്കിൽ സുസ്മിതയെ പോയി കാണുമ്പോൾ സത്യമൊക്കെ അറിയില്ലേ, അതുകൊണ്ട് ശാലിനി അവിടെ ദേഷ്യപ്പെടുന്നതാണ് വിഷ്ണുവിനോട് പോകാനായിട്ട് പറഞ്ഞ്. അതുകൊണ്ട് വിഷ്ണു ആണെങ്കിൽ അകത്തേക്ക് കയറുന്നില്ല. സത്യഭാമ മാത്രമേ അകത്തേക്ക് കയറുന്നുള്ളൂ. തുടർന്നാണെങ്കിൽ സത്യഭാമ സംസാരിക്കുന്നുണ്ട്. ശാലിനിയോട് ആദ്യമൊക്കെ സംസാരിച്ച ശേഷം പറയുന്നുണ്ട്, ജയിച്ചു തന്നെയാണ് സത്യഭാമയ്ക്ക് ശീലം, പക്ഷേ തോൽക്കാനുള്ള മനസ്സ് രണ്ടാമതൊന്ന് ആലോചിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ ശാലിനിയുടെ സീമന്തരേഖയിലേക്ക് സത്യഭാമ കൊണ്ടുവന്ന സിന്ദൂരം ഇട്ട് കൊടുക്കുന്നതും കാണിക്കുകയാണ്. തുടർന്നാണ് അവിടെ ഒരു ചടങ്ങിനെന്നോണം ക്ഷണിക്കുകയാണ്. ചടങ്ങെന്ന് പറയുന്നത് ശ്യാമയുടെയും രോഹിത്തിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ് റീമേക്കിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെയും അത് തന്നെ ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് വരണം എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നതൊക്കെ. അപ്പോൾ ഈ സത്യയും കൂട്ടിക്കൊണ്ട് തന്നെയാണ് പിന്നെ ശാരദാമ്മയും ശാലിനിയും ഒക്കെ അവിടേക്ക് പോകുന്നതൊക്കെ. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. സത്യഭാമ ഇറങ്ങുമ്പോഴും മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ ശാലിനി വിഷ്ണുവിനെ കാണുന്നുണ്ട്. പക്ഷെ വിഷ്ണു ഇങ്ങനെ ദയനീയമായിട്ട് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ ശാലിനിക്ക് ആകപ്പാടെ ഒരു എന്തോ പോലെ ഒരു സന്തോഷം അങ്ങോട്ട് കറക്റ്റ് വരുന്നില്ല. എന്താണ് എന്നുള്ളത് അവിടെ അത് പിന്നീടേ കാണിക്കത്തുള്ളൂ. ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയും ഇത് സത്യഭാമയുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് തന്നെയാണ് നിൽക്കുന്നത്. തുടർന്ന് അവർ പോയ ശേഷമാണെങ്കിൽ ശാരദാമ്മയാണെങ്കിൽ ശാലിനിയോട് പറയുന്നുണ്ട്, ഇത് സത്യഭാമയുടെ വീട്ടിലേക്ക് തിരികെ മരുമകളായിട്ട് കയറാനുള്ള ഒരവസരം തന്നെയാണ്, ഇനി ഇതുപോലുള്ള ഒരു അവസരം ഉണ്ടാകില്ല, പോവുക തന്നെ വേണം എന്നുള്ളത് അവിടെ ശാലിനിയോട് പറയുകയാണ്. അന്നേരം ശാലിനി എന്തോ പോലെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു സീന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആണ് ഈ റീമേക്കിലാണെങ്കിൽ ഈ പിന്നെ സുസ്മിത വിളിച്ച് വീണ്ടും പൈസ ചോദിക്കുന്ന ആ ഒരു സീനുണ്ട്. അപ്പോൾ ഈ ശാലിനി ആണെങ്കിൽ പൈസയുമായിട്ട് പോകുമ്പോൾ സുസ്മിതയാണ് എന്നുള്ളത് അവിടെ ശാലിനി കണ്ടുപിടിക്കുന്നുണ്ട്. പർദ്ദയൊക്കെ ഇട്ട് സുസ്മിത വരുമ്പോൾ പൈസയങ്ങ് വാങ്ങിച്ച ശേഷം സുസ്മിതയെ ശാലിനി പിടിച്ചു നിർത്തുന്നുണ്ട്. തുടർന്ന് മുകളിലത്തെ തട്ടങ്ങോട്ട് എടുക്കുമ്പോൾ സുസ്മിതയാണെന്നുള്ളത് കാണുകയാണ്. പക്ഷേ ഈ സുസ്മിതയും ശാലിനിയും തമ്മിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ വേറൊരാളെ കൊണ്ട് സുസ്മിത എടുപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യും, അത് തെളിവായിട്ട് സത്യഭാമയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഈ സുസ്മിത പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ശാലിനി ഇങ്ങനെ ആകെ പേടിച്ചുമൊക്കെ നിൽക്കുന്നത്, സത്യങ്ങൾ വെളിവാകും എന്നുള്ളൊരു രീതിക്ക്. ഇത്രയുമാണ് പ്രമോ സീനുകളിൽ കാണിക്കുന്നത്. സുസ്മിതയുടെ സീനൊന്നും കാണിക്കുന്നില്ല. സത്യഭാമ വീട്ടിലേക്ക് വരുന്നതും ക്ഷണിക്കുന്നതും സിന്ദൂരം അണിയിക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ വിഷ്ണു ആകെ അങ്ങ് സന്തോഷത്തിലാണ്, അമ്മ വീണ്ടും പിന്നെ ശാലിനിയെ കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ശാലിനി വരുമ്പോൾ സത്യഭാമ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നതൊക്കെ. പിന്നെ സാരി ആഭരണങ്ങളൊക്കെ കൊടുക്കും. സത്യഭാമ തന്നെ മുല്ലപ്പൂവൊക്കെ ചൂടിക്കൊടുക്കും. അതിനുശേഷം സത്യഭാമ തൻ്റെ പിന്നെ താക്കോലുണ്ടോ, വീടിൻ്റെ താക്കോൽ കൂട്ടം ശാലിനിക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്നേരം അവിടെ ഗോപാലകൃഷ്ണൻ വന്നാണ് ഈ സത്യയുടെ കാര്യം പറഞ്ഞ് ചെറിയൊരു പിന്നെ പ്രശ്നമുണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഗോപാലകൃഷ്ണൻ സീനിൽ ഇല്ലാത്തത് കൊണ്ട് ഇനി ശാരദാമ്മ തന്നെയാണോ ഇനി പറയുന്നത് എന്നറിയില്ല. ഇനി അവിടെ എന്ത് ബാക്കി
എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷേ സുസ്മിത വരികയൊക്കെ ചെയ്യും. ഈ വീഡിയോയുമായിട്ട് സുസ്മിത വരിക തന്നെ ചെയ്യും. പക്ഷേ വീഡിയോ കാണിക്കാനായിട്ട് സുസ്മിതയ്ക്ക് സാധിക്കില്ല. അതിനു മുന്നേ ശാലിനിയാണെങ്കിൽ സുസ്മിതയുടെ ഫോണിൽ നിന്നും ആ വീഡിയോ നീക്കം ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ വേറെ സീനുകളിലാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിലെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.